ഹായ് ഹലോ അസ്സാം വലൈക്കും. അസ്ഫറിനിസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എന്താ നേരം പെരപരാ വെളുത്തിട്ടുണ്ട്. അപ്പം രാവിലെ എണീറ്റ് തന്നെ പാടന്നെ പിന്നെ നേരെ മുന്നിലെ വീട്ടിലുള്ള മുല്ലപ്പൂവ് ഇതാ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ മുല്ലപ്പൂ ഉണ്ട് കേട്ടോ അപ്പുറത്തിപ്പുറത്തൊക്കെ. അപ്പം ഞാൻ കണ്ടത് ഞാൻ വീഡിയോ എടുത്ത്. ആ മുല്ലവള്ളിമേൽ എപ്പോഴും പൂവുണ്ടാവും കേട്ടോ, എന്താണെന്നറിയില്ല. അങ്ങനെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ അടുക്കളയിലേക്ക് പോകുന്നപ്പോൾ തക്കണ ചോറ് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് അരി ഇട്ടിട്ട് വെള്ളം തിളതളാ തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ മോളൂസിന് രാവിലെ ചോറ് കൊടുത്തേക്കുമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കണ്ണൂർക്കായിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് പറയാം കേട്ടോ. അപ്പം എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിലൊക്കെ നിങ്ങൾ പറയണേ. ഇനി നമുക്ക് തോന്നുന്നൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പുട്ടതാ, അപ്പോൾ അജ്മീൻ്റെ പുട്ടുപൊടി കേട്ടോ ഞങ്ങൾ എടുക്കൽ. ഞാൻ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ട്. അങ്ങനെ പുട്ടിൽ ആവി വന്നിട്ടോ. എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ, മൈസൂര് പഴം വാങ്ങി അടിക്കുന്നേ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? അപ്പോൾ അതാട്ടോ. ഓക്കെ, ബീട്രൂട്ട് ഉപ്പേരി കേട്ടോ. ഇന്നലെയും ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കൺഫ്യൂസൺ ആവണ്ട, അത് ഇന്നത്തെ തന്നെ കേട്ടോ. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ പുട്ടിൽ ആവി വന്ന് പുട്ട് കുത്തി, നല്ല സോഫ്റ്റ് പുട്ട് കേട്ടോ. തലേന്നത്തെ മീൻകറി കേട്ടോ ഇതിന് കറി. കറി എന്താന്ന് പറഞ്ഞില്ല എന്ന് പറയണ്ട കേട്ടോ. തലേന്നത്തെ മീൻകറിയായിരുന്നു, നല്ല മത്തിക്കറി. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് മോനൂസ് പിന്നെ ഈ കസേരയിൽ ഇരുത്തിയിട്ടാട്ടോ കുഞ്ഞു പ്രായത്തിലേ ഓള്, ഞാൻ ഇപ്പം അടുത്ത് വന്നിട്ടല്ലേ ഉള്ളൂ, അത് കുഞ്ഞു പ്രായത്തിൽ ഓള് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ ഇതാ ഈ കസേരയിൽ ഇരുത്തിയിട്ടാട്ടോ ഓള് പണിയൊക്കെ എടുക്കുക. അടങ്ങിയിരുന്നോളൂ. ഇപ്പോൾ കുറച്ച് കുസൃതികളൊക്കെ ആയിരുന്നു കേട്ടോ. കുസൃതികളൊക്കെ കുറച്ചൊക്കെ വീഡിയോയിലുണ്ട്. ഇതെൻ്റെ ഐഷമോൾ ഇസ്തിരിയിട്ടുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ ഒരു കുറച്ചൊക്കെ പഠിക്കണമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അധികം ഇസ്തിരി ഇടയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഓർക്കൊക്കെ നെജുസ്മോക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കണ കാണുമ്പോൾ ഓർക്കും ഇസ്തിരി ഇടണം എന്നൊക്കെ ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇസ്തിരി പെട്ടി ഇല്ലായിരുന്നു മുതുവല്ലൂരിന്ന്, അപ്പോൾ ഞങ്ങൾ ഇസ്തിരി ഇടാനില്ലായിരുന്നു. അങ്ങനെ അതാ പരിപ്പ് കറി തിളതാ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ആളി കത്തുന്നുണ്ടേന് കേട്ടോ. ചിരട്ട ഇട്ടെടുത്തപ്പോൾ കുഞ്ഞ് ചട്ടി കേട്ടോ. ഇത് നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ വലുതായിട്ട് തോന്നും. കുഞ്ഞ് ചട്ടിയായിട്ട് റിങ് വെച്ചിട്ടാട്ടോ ചട്ടി അവിടെ വെച്ച്. അപ്പോൾ പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മോൾസിന് കൊണ്ടുപോകാൻ വേണ്ടി പരിപ്പ് കറിയും സോയാബിയും ആയിരുന്നു കേട്ടോ. അജുവക്കും ഐശക്കും ഒന്നും അങ്ങനെയൊന്നും കൊടുത്തേക്കില്ല. ഓർക്ക് അങ്ങനെയൊന്നും ശീലമാക്കിച്ചില്ല. എന്ന് വെച്ചാൽ ആദ്യമേ സ്കൂളത്തെ ചോറും അവിടുത്തെ കറിയും എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചാൽ പിന്നെ ഓർക്ക് അതൊരു ഇതാവും. പിന്നെ എപ്പോഴും കൊടുക്കേണ്ടി വരും. നമുക്ക് അതിനുള്ള നിവൃത്തി ഇല്ല അപ്പം തൽക്കാലം. എന്തെങ്കിലും കൂടുതലായിട്ട് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തേക്കൂട്ടോ. അപ്പം എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് മെഷീനില്ല കേട്ടോ തിരുമ്പിണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒന്നും കല്ലുമ്മ തിരുമ്പയില്ല കേട്ടോ. അടുത്ത ദിവസം കല്ലുമ്മ തിരുമ്പണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ. കറണ്ട് ബില്ല് നല്ലോണം കൂടുതലാട്ടോ. അങ്ങനെ മക്കളെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലാട്ടോ ഇത് കല്യാണ സൗഗന്ധികം എന്നറിയും കേട്ടോ. ഈ പൂവിന് എന്താ മണം അറിയാം. ഈ സെൻറ്റിൻ്റെ ഒക്കെ മണമില്ലേ, അത്ര പോലെ അടിപൊളി മണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ പൂവ് കാണലുണ്ടെങ്കിൽ കൂടിയിട്ട് ഇതിൻ്റെ ഇത്ര സ്മെല്ലൊക്കെ ഉള്ള പൂവാണെന്ന് അറിയില്ലേന് കേട്ടോ. മുല്ലപ്പൂ പോലത്തെ പൂവാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടോ എനിക്കറിയില്ല. എൻ്റെ അടുത്ത അയൽവാസിൻ്റെ വീട്ടിലുള്ള കേട്ടോ. ഈ റോട്ടുമ്മ കൂടെ പോകുമ്പോൾ അങ്ങനെ കണ്ടതാണ്. ഇങ്ങനെ പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് കയറി വരുന്നു. അങ്ങനെ പിന്നെ സ്കൂൾക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലാട്ടോ. ആക്കി കൊടുക്കുന്നതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ ആ സമയത്ത് ഇവരെ മുടിയൊക്കെ ഞാൻ പിന്നെ പിരിച്ചിട്ട് കൊടുക്കുക. ഇനി അപ്പോൾ പിരിച്ചു വിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഓരോട് ചോദിക്കുക, നിങ്ങൾക്കിത് മുടി പിരിച്ചിടാൻ അറിയില്ലല്ലോ, എത്ര കാലമായി നിങ്ങളിത് പഠിക്കാത്തത് എന്താ? ഞങ്ങൾ ചെറുതാവുമ്പോഴേ എന്താ വെച്ചാൽ 4-5 ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ പഠിച്ചിന് കേട്ടോ മുടി പിരിച്ചിടാൻ വേണ്ടി. എങ്ങനെയാണ് പഠിച്ചതെന്ന് ഇപ്പം ഓർമ്മയില്ല. അമ്മ പിരിച്ചിട്ടിനെ കണ്ടിട്ട് അങ്ങ് പിരിച്ചിട്ട് അതേപോലെ തന്നെ ഈ ഓലൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മെടയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് മെടയുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 3 തട്ടൊക്കെ എടുത്ത് ഇവർക്ക് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് അറിയണ്ടേന് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒരു പഠിക്കുമായിരിക്കും. ഓരോന്നിനും ഓരോ സമയമില്ലേ ദാസ. അജുവ നോക്കി അങ്ങ് ചിരിക്കുന്നേന് കേട്ടോ. ആയിഷക്കുട്ടിക്കാണ് കേട്ടോ അത് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുട്ടികളെ സ്കൂളിൽ ആക്കുമ്പോഴാണ് കേട്ടോ
ഈ പൂക്കളെ വീഡിയോ എടുക്കണേ. അപ്പോൾ ഈ പൂവ് എന്താണ്, ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ ഈ പൂവാട്ടോ കൂടുതൽ പറിച്ചു കൊണ്ടുവന്നെങ്ങാണ്ട് ഈ പിന്നെ കളിക്കാൻ ഉപയോഗിക്കൽ. എന്താണ് ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് മറന്നു കേട്ടോ, അറിയുന്ന ഒരു കമൻറ്റ് ഇടുന്നത്. അതേപോലെ തന്നെ ഈ ചെമ്പരത്തി കേട്ടോ, ഈ ചെമ്പരത്തി ഇപ്പോൾ അധികം ഒന്നും കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ആ വീട്ടിൽ പലതരം പൂക്കളുണ്ടേനി. ഒരു അച്ഛൻ്റെ വീടാട്ടോ. അപ്പോൾ നേരെ ബസ്സിന് കാത്തിക്കിട്ട് നേരെ മുന്നിൽ തന്നെ കേട്ടോ ആ വീടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ പൂവ് കാണാം. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഓണത്തിനൊരു വീഡിയോ ഇട്ടപ്പോൾ ഇതേപോലെ പൂക്കളൊക്കെ എടുത്തിട്ടുണ്ടേനി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അടുത്ത വീട്ടിലെ പൂക്കളൊക്കെ ഇട്ട് പണ്ട് ഞങ്ങൾക്ക് ഉണ്ടേനി നല്ല പൂവൊക്കെ കുഴിച്ചിടുക, പൂ ഉണ്ടാക്കുക, അതൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഒരു വീടൊക്കെ ആവട്ടെ ഇൻഷാ അല്ലാഹ്, എല്ലാവരും ദുആ ചെയ്യേണ്ടി. അപ്പോൾ പുത്രമട സ്കൂളത്തെ ബസ് വന്നിട്ടോ, ബസ് വന്ന് അവരങ്ങനെ കയറാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നിൽക്കുകയാണ്. നല്ല കെയർ ചെയ്തിട്ടാട്ടോ ഒരു ബസ്സിൽ കയറ്റുക കുട്ടികളെ. കുഞ്ഞു മക്കളൊക്കെ അല്ലേ കയറി പോവുക. അപ്പം ഫസ്റ്റ് തന്നെ കയറി എൻ്റെ അജുവേനി കേട്ടോ. പിന്നെ എൻ്റെ ആയിഷമോള് കയറുമ്പോൾ എനിക്ക് ടാറ്റൊക്കെ തന്നിട്ടോ വീഡിയോ എടുത്തപ്പോൾ. ഹായ് ടാറ്റാ എന്നൊക്കെ പറഞ്ഞതാ ഇപ്പം കാണാം കേട്ടോ. അതാ ടാറ്റൊക്കെ തന്നിട്ടാട്ടോ പോണേ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോണ്ട് ഒരു പൂച്ച എന്നെ തന്നെ നോക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ടും നോക്കി കൊടുത്തു, ഞാൻ ഷോർട്സിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങനെ നോക്കി കൊടുത്തിട്ടോ. പൂച്ചയാണോ ഞാനാണോ ജയിക്കുക വെച്ച് പൂച്ച തോറ്റ് പിന്മാറിപ്പോയിട്ടോ. അപ്പോൾ ആ ഷോർട്സ് പോയി കണ്ടറിയാം. ഇതൊക്കെയാണ് ഞങ്ങൾ ആശാൻ്റെ പണികളാണ് കേട്ടത്, വിക്രസുകൾ. ഓള് മീൻ മുറിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് ഓളെ മീൻ മുറിക്കാൻ വേണ്ടി സമ്മതിക്കില്ല കേട്ടോ. മീനിനെ അങ്ങോട്ട് എടുത്തിടുക അങ്ങോട്ട് എടുത്തിടുക. ഞാൻ മുറിച്ചോളെ കത്തി ഓൻ്റെ കൈമലേന് ഇട്ടു. അപ്പോൾ വീഡിയോയിൽ കുട്ടികൾ കത്തി പിടിച്ച ഭാഗങ്ങളൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് നിന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ പുട്ടും പഞ്ചസാരയും കൂട്ടി തിന്നണേ കാണിച്ചു തരാമെന്ന്. അതാ ഞാൻ തിന്നേ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ആയിഷമോള് തിന്നതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചിട്ടോ. അതാ ഞാൻ വെച്ച വെള്ളം ഞാൻ വെച്ച പുട്ടും അതിലാട്ടോ ഓൻ്റെ കളി. അപ്പോൾ പിന്നെ ഇതാ ഓൻ്റെ കോപ്പും കളിക്കോപ്പുകളൊക്കെ ഇതൊക്കെ ഉണ്ട് 4 ഭാഗത്തും പരത്തിയിട്ട്. ഇതെല്ലാ വീട്ടിലെ അവസ്ഥയായിരിക്കും കേട്ടോ. കുട്ടികളുണ്ടെങ്കിൽ ഇത് പരത്തിയിട്ട് നമ്മൾ പെറുക്കിയേക്കാം. അങ്ങനെ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ തുമ്പി ഇന്ന് കുറച്ച് തോനെ ഇറങ്ങിന് കേട്ടോ. ഇന്നലെ 2 എണ്ണമാണ്, ഇന്ന് 4 5 എണ്ണം ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോനെ തുമ്പികൾ വന്നിരിക്കുന്നു കേട്ടോ. കണ്ടാൽ പൂമ്പാറ്റാണെന്ന് തോന്നുമെങ്കിൽ തുമ്പിയാണേ. പക്ഷെ നമ്മൾ ആ ഒരു പച്ച കളർ തുമ്പിയില്ലേ, ലൈറ്റ് പച്ച കളർ ഒരു തുമ്പി, അതിനിപ്പോൾ അങ്ങനെയൊന്നും കാണാനില്ല കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ ചത്തിട്ട് കിട്ടീനേനി അതിനെ അല്ലാതെ ഇപ്പോൾ കിട്ടാൻ കാണുന്നില്ല. അങ്ങനെ ഇതാട്ടോ നമ്മളെ വീട്ടിലെ പെടക്കോയിൻ്റെ പുച്ചാപ്പള. ഇതൊരൊറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ അടുത്തുള്ള വീട്ടിലും നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഇതാണ് നമ്മളെ 3 കോഴികൾക്കും കൂടിയുള്ള ഒരേ ഒരു പുച്ചാപ്പള. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോകാൻ കോഴിയാട്ടോ. എൻ്റെ കോഴി ഉണ്ടായിന് കേട്ടോ. ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാട്ടോ. മറ്റേ ഒരു പിന്നെ യൂട്യൂബ് ചാനൽ കണ്ടുങ്ങാണ്ട് അത് ചത്തുപോയി കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ നോക്കിക്കുമ്പോൾ ആ പൂവൻകോഴിയിൽ നോക്കിക്കുമ്പോൾ നിൽക്കണം അത് പുള്ളിയുള്ളൊരു പെടക്കോഴിനെ നല്ല ഭംഗി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണ രാത്രിയായിട്ടോ. വൈകുന്നേരം വരെയുള്ളപ്പോൾ വീഡിയോസൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവർ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കുന്നത്. നല്ല അയില പൊരിച്ചതും പിന്നെ മാങ്ങച്ചാറും ആ മീൻ കറിയും കൂട്ടിയിട്ട് കഴിച്ചിട്ടോ. രാത്രി അയില പൊരിച്ചിട്ടോ. അപ്പം എന്താണ് വീരദിനോ അങ്ങനെ എന്തോ ആണല്ലോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് വിരമരുന്ന് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ അജുവക്കും കിട്ടിട്ടോ. ആയിഷക്ക് മഞ്ഞപ്പിത്തം കഴിഞ്ഞതിനോട് ഡോക്ക് കൊടുത്തില്ല കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്കും കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ട് അജുവക്ക് ആ മരുന്ന് കിട്ടി. അജുവ അത് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിച്ചിട്ടോ. പിന്നെ ഓരോ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.